നീ ജപ്പാനിലല്ലേ? ജപ്പാനിലെ ഫുഡൊക്കെ ഭയങ്കര ഫേമസ് അല്ലേ? അവിടുത്തെ ഫുഡൊക്കെ നീ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ ജപ്പാനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായിട്ട് പോലും ജപ്പാനിലെ പ്രധാനപ്പെട്ട ഒരു ട്രഡീഷണൽ ഐറ്റംസും ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അതിനുള്ള പ്രധാന കാരണം ജാപ്പനീസ് മെനുകളിൽ മുസ്ലിം ഫ്രണ്ട്ലി ഐറ്റംസ് ഇല്ല എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഒരുപാട് അന്വേഷണത്തിന് ശേഷം ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ജപ്പാനിലെ പോപ്പുലർ ഡിഷായ രാമൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിൽ നിന്ന് അടുത്തുള്ള ഒരു ഹലാൽ രാമൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഷോപ്പിലേക്ക് ഞാൻ എത്തി. ഇങ്ങനെ ഹലാൽ രാമൻ ചോദിച്ചു വരുന്നവർക്ക് അവർ പ്രത്യേകിച്ച് വേറൊരു മുസ്ലിം ഫ്രണ്ട്ലി മെനു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു 2100 യെന്നിൻ്റെ ഹലാൽ രാമനാണ് ട്രൈ ചെയ്തത്. അങ്ങനെ ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ സാധനം എത്തുകയും ചെയ്തു. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും രാമനിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നോർമലായിട്ടുള്ള ജാപ്പനീസ് രാമനിൽ നിന്ന് ഈ ഒരു ഹലാൽ രാമൻ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. കാരണം ജപ്പാനിലെ ഓതൻറ്റിക് രാമനുകളിൽ സീസണിങ് സോസ്, പോർക്ക് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് അവർ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ഫേമസ് ആയിട്ട് രാമൻ ഇന്നും നിലനിൽക്കുന്നത്. മേ ബി ആ ഒരു ഇൻഗ്രീഡിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ഈ ഒരു രാമൻ അത്ര വർക്കായിട്ട് തോന്നിയില്ല.